ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 20, പേജ് നമ്പർ 454. പരസ്തസ്മാത്തു ഭാവോന്യോ വ്യക്തോ വ്യക്താത് സനാതനഃ യഃ സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. പദാനുപദം. തു എന്നാൽ, തസ്മാത് ആ മുമ്പ് പറഞ്ഞ, അവ്യക്താത് അവ്യക്തത്തിൽ നിന്ന്, പരഹ പരമായി, സനാതനഃ സനാതനമായി, അന്യഃ മറ്റൊരു, അവ്യക്തഃ അവ്യക്തമായ, ഭാവഃ ഭാവം, അസ്തി ഉണ്ട്, യഃ സഹ യാതൊരു അത്, സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളും, നശ്യത്സു നശിക്കുമ്പോഴും, ന വിനശ്യതി നശിക്കുന്നില്ല. വിവർത്തനം. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്കതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു. ഭാവാർത്ഥം. അതീന്ദ്രിയവും സനാതനവുമാണ് കൃഷ്ണൻ്റെ ആത്മീയ ശക്തി. ഭൗതിക പ്രകൃതിയുടെ പരിണാമവിശേഷങ്ങൾക്കെല്ലാം അതീതമാണത്. ബ്രഹ്മാവിൻ്റെ ദിനരാത്രങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നവയാണല്ലോ ആ പരിണാമങ്ങൾ. ഗുണം കൊണ്ട് ഭൗതിക പ്രകൃതിക്ക് തികച്ചും വിപരീതമത്രേ സമുത്കൃഷ്ടമായ ഭഗവത് ശക്തി. ഉത്തമാധമ പ്രകൃതിഭേദങ്ങൾ 7-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ.